ആലപ്പുഴ പള്ളിപ്പാട് പേ വിഷബാധയേറ്റ് 8 വയസ്സുകാരൻ മരിച്ചതിൽ ആശുപത്രിക്കെതിരെ പരാതിയുമായി ബന്ധുക്കൾ. ആശുപത്രി അധികൃതർ വേണ്ട രീതിയിൽ കുട്ടിയെ പരിശോധിച്ചില്ലെന്നും വാക്സിൻ എടുക്കാൻ നിർദ്ദേശിച്ചില്ലെന്നുമാണ് ആരോപണം. 1 മാസം മുൻപ് നായയെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ നായയോടൊപ്പം കുട്ടി ഓടയിൽ വീണു പരിക്കേറ്റതിനാണ് ചികിത്സ നൽകിയത്. ഓയിൽമെന്റിനൊപ്പം മരുന്നുകൾ മാത്രമാണ് നൽകിയതെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. ഡോക്ടർ നോക്കിയച്ച് പറഞ്ഞു ഇത് പട്ടി കടിച്ച പാടല്ല, പിന്നെ ഇത് ചതഞ്ഞ പാടാന്ന് പറഞ്ഞു. അങ്ങനെ ഓയിൽമെന്റും തന്ന് കുറിച്ച് തന്ന് അവരവിടുന്ന് ക്ലീൻ ചെയ്ത് എല്ലാം കൊടുത്ത് ഞങ്ങളെ അങ്ങ് വിട്ടു. പിന്നെ അവര് TT എടുക്കുവോ അല്ലെ അതിന് വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഒന്നും ചെയ്തില്ല. പിന്നെ അതിനെപ്പറ്റി കുഞ്ഞിനൊരു ഇതുണ്ടായില്ല. പിന്നെ ഈ ശനിയാഴ്ച ആണ് കുഞ്ഞിന് വയറ്റുവേദന ഉണ്ടായി. ആ വയറ്റുവേദന പിന്നെ അവന് വയറിന്റെ ചുറ്റുമായി, പിന്നെ നടുവിന് വേദനയായി. അങ്ങനെ കുഞ്ഞ് ഈ വീഴ്ചയിലായിപ്പോയത്. ചികിത്സ കൊടുക്കായിരുന്നു. അല്ലെ കൊണ്ടുപോയപ്പോ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരല്ലേ നമുക്ക് അതിനൊരു വാക്സിൻ എടുക്കണമെന്ന് അവരും നമ്മളെ നിർബന്ധിച്ചില്ല. നമ്മൾ അങ്ങോട്ടല്ലല്ലോ നിർബന്ധിക്കണ്ടേ, അവരിങ്ങോട്ട് അതും അവർ ചെയ്തില്ല. ശ്രീജിത്താണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, ഈ നായ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത്. നായയുടെ കടിയേറ്റിരുന്നു കുട്ടിക്ക്. മാത്രമല്ല, ആശുപത്രിയുടെ വിശദീകരണം എന്താണ്? എന്തുകൊണ്ടാണ് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകാൻ ആശുപത്രി തയ്യാറാകാതിരുന്നത്? ബിനിൽ, ഹരിപ്പാട് താലൂക്ക് ആശുപത്രി അധികൃതർക്കെതിരെയാണ് ഇപ്പോൾ ബന്ധുക്കൾ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പള്ളിപ്പാട് കാഞ്ഞിരംപറമ്പത്ത് ദീപുവിന്റെ മകൻ ദേവനാരായണനാണ് ഇന്നലെ പേവിഷബാധയേറ്റ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മരിച്ചത്. ഏപ്രിൽ 21-നാണ് വീടിന് മുറ്റത്ത് നിൽക്കുമ്പോൾ റോഡിൽ നായ കടിച്ചത്. മറ്റൊരു കുട്ടി ഈ നായ കടിക്കുമ്പോൾ ഈ കുട്ടി റോഡിൽ വീണ് പരിക്കേറ്റിരുന്നു. ആ പരിക്കിനുള്ള ചികിത്സയാണ് ഈ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർമാർ നൽകിയത്. ആദ്യം ചെല്ലുമ്പോൾ ഒരു ഹൌസ് സർജൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിറ്റേ ദിവസം മുതിർന്ന ഡോക്ടറെ കാണിക്കാൻ വീണ്ടും കൊണ്ടുപോയി. അദ്ദേഹവും ഇത് നായ കടിച്ചതല്ല, മുറിവേറ്റ ചതവാണ് എന്ന് പറഞ്ഞ് ഓയിൽമെന്റും മറ്റും മരുന്നുകൾ നൽകി അയക്കുകയായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കുട്ടിക്ക് ഈ പേവിഷബാധയുടെ ലക്ഷണങ്ങളും പ്രകാരമുള്ള അസുഖങ്ങൾ കണ്ടത്. ആദ്യം മാവേലിക്കരയിലെയും പരുമലയിലെയും 2 ആശുപത്രികൾ കാണിച്ചു. അവരാണ് പേവിഷബാധയാണെന്ന് ചൂണ്ടിക്കാണിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ഇന്നലെ രാവിലെ 11 മണിയോടെ മരണം സംഭവിക്കുകയായിരുന്നു. ഈ ആശുപത്രി അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നടത്തിയില്ല. കുട്ടിയുമായും ഈ കുട്ടിയുടെ ബന്ധുക്കളുമായി അടുത്ത് ഇടപഴകിയവർക്കുള്ള മാസ് വാക്സിൻ, ഈ ആന്റി റാബീസ് വാക്സിനേഷൻ ക്യാമ്പയിൻ ഇപ്പോൾ അവിടെ നടക്കുകയാണ്. ഒപ്പം തന്നെ ഈ തെരുവ് പട്ടിയുടെ കടിയേറ്റൊരു പശുവും പേവിഷബാധയേറ്റ് ചത്തിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പേവിഷബാധ എന്നുള്ള സ്ഥിരീകരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആശുപത്രി അധികൃതരുടെ വിശദീകരണം ഇനിയും ലഭ്യമായിട്ടില്ല. ഓക്കെ, വ്യക്തമാണ്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. 8 വയസ്സുകാരൻ പേവിഷബാധയേറ്റ് മരിച്ചതിൽ ചികിത്സാ പിഴവ് ആരോപിക്കുകയാണ് ആശുപത്രിക്കെതിരെ കുടുംബം.